ലബോറട്ടറികളിൽ വീനസ് ബ്ലഡ് കളക്ഷൻ സമയത്തും കളക്ഷന് ശേഷവും ബ്ലഡ് ഹിമോലൈസ് ആവാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗേജസ് കുറഞ്ഞ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡ് കളക്ട് ചെയ്താൽ ലൈസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രൊലോങ്ഡ് ആയിട്ടുള്ള ടോർണിക്കറ്റ് അപ്ലിക്കേഷൻ ബ്ലഡ് ലൈസിങ് സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. ഹാർഡായി ബ്ലഡ് കളക്ട് ചെയ്യുന്നത് ലൈസിങ്ങിന് സാധ്യത ഏറും. അതുകൂടാതെ ഇംപ്രോപ്പർ നീഡിൽ ആംഗിൾ, വിഗറസ് ആയിട്ടുള്ള സാമ്പിൾ മിക്സിംഗ്, ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം പ്രോസസ്സിങ്ങിന് നമ്മൾ ഡിലേ ആയി കഴിഞ്ഞാൽ, സമയം വളരെ കൂടുതലെടുത്ത് പ്രോസസ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ ബ്ലഡ് ലൈസ് ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നാണ് ഇംപ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ. ബ്ലഡ് കളക്ട് ചെയ്യാൻ എടുക്കുന്ന വാക്യൂട്ടൈനർ, അതേപോലത്തെ ട്യൂബ്സ്, ഇവയിൽ പ്രോപ്പറായിട്ടുള്ള എമൗണ്ട് ബ്ലഡ് തന്നെ കളക്ട് ചെയ്യേണ്ടതുണ്ട്. എക്സസ് എമൗണ്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നതും വളരെ കുറഞ്ഞ എമൗണ്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നതും ലൈസ് ആവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പേഷ്യൻസിൻ്റെ ചില അസുഖ കാരണങ്ങൾ കൊണ്ടും മറ്റ് ഡിഫക്ട്സുകൾ കൊണ്ടും ബ്ലഡ് ലൈസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്ന് പേഷ്യൻറ്റിൻ്റെ ഹെറിഡിറ്ററി പ്രോബ്ലംസ് ആണ്. മറ്റൊന്ന് കോൾഡ് അഗ്ലൂഡിനേഷൻ ഡിസീസാണ്. മറ്റൊന്ന് ഹൈപ്പർ ലിപ്പിഡിമിയ, ലബോറട്ടറിയുടെ ടെമ്പറേച്ചർ വേരിയേഷൻസ്, അതേപോലെ തന്നെ ഇൻട്രാവാസ്കുലാർ ഹിമോലൈസിസ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോഴൊക്കെ ബ്ലഡ് ലൈസ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട്.